മേക്കാട് ജ്ഞാനദർപ്പണം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായി ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചു. MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേക്കാട്ട് ജ്ഞാനദർപ്പണം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷ സമാപനത്തിന്റെ ഭാഗമായാണ് ഒരു ഭൂപ്രദേശത്തെ തങ്ങളുടെ അധ്വാനവും വിയർപ്പും കൊണ്ട് ഒരു ദേശമാക്കി മാറ്റിയവരെ ആദരിച്ചത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട അന്നമൂട്ടിയ അമ്മമാർ, കർഷകൻ, കൽപ്പണിക്കാരൻ, തേപ്പ് പണിക്കാരൻ, ക്ഷീര കർഷകൻ, തെങ്ങ് കയറ്റക്കാരൻ, ഓട്ടോറിക്ഷ തൊഴിലാളി, മത്സ്യവിൽപ്പനക്കാരൻ, ആശാരിപ്പണി, ബസ് ജീവനക്കാരൻ, ബീഡി തൊഴിലാളി, ഓട്ടോമൊബൈൽ മെക്കാനിക്, മരം മുറിക്കൽ, തയ്യൽക്കാരൻ, കൊല്ലപ്പണി, സ്വർണ്ണപ്പണി, കല്ലുകൊത്ത്, നാടക കലാകാരൻ, ഫോട്ടോഗ്രാഫർ, LIC ഏജന്റ്, ചുമട്ടുതൊഴിലാളി, പത്രപ്രവർത്തകൻ, ഇലക്ട്രീഷ്യൻ, പ്രവാസി, ഹോട്ടൽ, പലചരക്ക് കച്ചവടം, ബാർബർ, ഇടനിലക്കാരൻ, ഫുട്ബോൾ കളിക്കാരൻ തുടങ്ങിയ മേഖലകളിൽ ഏർപ്പെട്ട വ്യക്തികളെയാണ് ആദരിച്ചത്. E. ചന്ദ്രശേഖരൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആദരവ് സമർപ്പിച്ചു. മറ്റൊന്നുകൊണ്ടുമല്ല, ഈ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ഇവരോരോരുത്തരും വരുമ്പോൾ ഇവരേത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ നാടിലെ അനാമികമായ മേഖലകളിൽ തങ്ങളുടേതായ ജീവിതകാലം അത്രയും കഠിനമായി അധ്വാനിച്ചു പ്രവർത്തിച്ചു അവരുടെ സ്വന്തം നിലനിൽപ്പിനും അവരുടെ കുടുംബജീവിതത്തിനും വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളായവരെയാണ് നിങ്ങളിവിടെ ആദരിച്ചിരിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ ബംഗളം P. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ V. സുരേഷൻ ആദരിക്കുന്നവരെ പരിചയപ്പെടുത്തി. സുവർണ ജൂബിലി ഹാൾ നിർമ്മാണ ഉദ്ഘാടനവും E. ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും കലാകായിക പ്രതിഭകൾക്കും സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖ വാഗ്മി VK സുരേഷ് ബാബു പ്രഭാഷണം നടത്തി. മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് അല്ല. നമ്മുടെ അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യരാവുകയില്ല. മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇന്ന് നിങ്ങൾ മനുഷ്യരായോ എന്നാണ് ചോദ്യം. ഇന്നലെ വരെ നിങ്ങൾ വലിയ ആളുകളൊക്കെ ആയിട്ടുണ്ടാകാം. ഇന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നൊരു വാക്കോ നിങ്ങളുടെ കൈകൊണ്ട് ചെയ്യുന്നൊരു കർമ്മമോ അബദ്ധമായി പോയാൽ ആളുകൾ പറയും, ഓനെന്തൊരു മനുഷ്യനാണ്, ഇന്നലെ വരെ മനുഷ്യനായിരുന്നല്ലോ, ഇന്നത്തെ അത് ക്ഷമിച്ചു കളയാൻ ആരും പറയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. സുജാത, മടിക്കൈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ P. പ്രകാശൻ, ഭാസ്കരൻ കരിമ്പിൽ, PV പത്മിനി, P. ഓമന, താലൂക്ക് ഗ്രന്ഥശാല സംഘം സെക്രട്ടറി P. വേണുഗോപാലൻ, മടിക്കൈ സെക്കൻഡ് സ്കൂൾ ഹെഡ് മാസ്റ്റർ KV പത്മനാഭൻ, PTA പ്രസിഡന്റ് P. ശശീന്ദ്രൻ, C. പ്രഭാകരൻ, N. ബാലകൃഷ്ണൻ, പ്രഭാകരൻ കാഞ്ഞിരക്കാൽ, KV ശ്രീലത, നാരായണൻ കീക്കങ്കോട്ട് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P. ഗംഗാധരൻ മാസ്റ്റർ സ്വാഗതവും ജ്ഞാനദർപ്പണം വായനശാല പ്രസിഡന്റ് P. ബാലൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്തശില്പം, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസ്, വനിതാ പൂരക്കളി, നാടകം തുടങ്ങിയ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.